നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഇന്ന് കേരളത്തിന്റെ ദേശീയപാത ഉദ്ഘാടനമായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളും കൂടെയുണ്ട്. വിഷയം മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മരുമോനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? മരുമോനെയും മരുമോനെ വീട്ടുകാരെയും വിളിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മരുമോനെ കളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമോൻ മുഹമ്മദ് റിയാസ് ആയതിനു ശേഷം ഒരുപാട് പേർക്ക് കുരുപൊട്ടലും കണ്ണുകടിയാണ്. അത് എല്ലാവർക്കും അറിയും. അറിയുന്നവർക്കൊക്കെ അറിയും, അറിയാത്തവർക്ക് അറിയില്ല. സംഭവം പിണറായി വിജയന്റെ മരുമോൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മരുമോനായത് ഇന്നലെയാണ് കേട്ടോ. ഈ മുഹമ്മദ് റിയാസ് ഓട് പൊളിച്ച് ഇറങ്ങി വന്ന വ്യക്തിയൊന്നുമില്ല കേട്ടോ. SFIയിലൂടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനം, ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. 10 വർഷം നിയമസഭാ മെമ്പറാണ്. ഇപ്പോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന ടൂറിസം വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. പുള്ളി ഓട് പൊളിച്ച് ഇറങ്ങി വന്ന ആളൊന്നുമല്ല. കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. അതിന് സംശയമൊന്നും വേണ്ട. ഇതൊക്കെ അപമാനിക്കുകയാണ്. ഇത് ടാർജറ്റ് വേറെയാണ്, എല്ലാവർക്കും അറിയും. പിണറായി വിജയന്റെ മരുമോൻ ഇന്നലെയാണ് കേട്ടോ ആയത്. ഇതിന്റെ മുന്നേ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഷൂ നക്കിയിട്ട് മന്ത്രിയായതൊന്നുമല്ല ഈ മുഹമ്മദ് റിയാസ്. അന്തസ്സോടെ ജനങ്ങളുടെ മുന്നിൽ ഇലക്ഷൻ നേരിട്ട് ആ ഇലക്ഷനിൽ പൊതുജനം വോട്ട് ചെയ്ത് അദ്ദേഹം മന്ത്രിയായതാണ്. MLA ആയി അതിനുശേഷം മന്ത്രിയായതാണ്. ഈ പറയുന്ന കേരളത്തിന്റെ ദേശീയപാതയ്ക്ക് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പൊതുജനങ്ങളുടെ നികുതിപ്പണം 5500-ൽ പരം കോടി രൂപ ഈ പറയുന്ന ദേശീയപാതയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അറിയണം. അപ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുപോലുള്ള മന്ത്രിമാരെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കേരളത്തിൽ ഒരു പുതിയ ചർച്ചയുണ്ടാക്കാൻ രാഷ്ട്രീയപരമായി അപമാനിച്ചുകൊണ്ട് ഇത് പിന്നെ ഈ പറയുമ്പോ അതും കൂടെ ഞാൻ പറയാണ്. മുഖ്യമന്ത്രിയുടെ മരുമോൻ മുസ്ലിമാണ്. ഇപ്പൊ ഞാനും മുസ്ലിമാണ്. ഞാൻ സുഡാപ്പികൾക്ക് അനുകൂലിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. ഇന്ന് കേരളത്തിന്റെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു മന്ത്രിക്കാണ് ഈ അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മന്ത്രിക്കാണെങ്കിലും ആ മന്ത്രിക്ക് വേണ്ടിയും സംസാരിക്കും. ഇത് രാഷ്ട്രീയമോ ജാതിയോ മതമോ അല്ല വിഷയം. കേരളത്തിൽ ഒരു റോഡ് വികസനം, ഒരു റോഡ് ഉദ്ഘാടനം, ദേശീയപാത ഉദ്ഘാടനം വരുമ്പോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കാണ്. അത് വിളിച്ചില്ല. ഇത് അപമാനിക്കലാണ്. അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസിന്റെ കാലിന്റെ അടിയിലെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോവില്ല. ബഹിഷ്കരിച്ചില്ലേ നല്ല പോലെ, ഇനിയും ബഹിഷ്കരിക്കും. ഇങ്ങനെയുള്ള നിങ്ങള് ഈ ഏകാധിപത്യം കാണിക്കുക. കേരളത്തിന്റെ പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും റോഡ് വികസനം നടത്തിയിട്ട് നിങ്ങൾ ഏകാധിപത്യം കാണിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കാണ്ടിരുന്നാൽ അത് ബഹിഷ്കരിക്കും തീർച്ചയായിട്ടും. അതിന് സംശയം വേണ്ട. അപ്പോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. ഇലക്ഷനാണ്, പൊതുജനങ്ങൾ വിലയിരുത്തും. നല്ല സമയത്താണ് നിങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്തിട്ട് ഈ ജാതി വിവാദം ഉണ്ടാക്കിയത്. രാഷ്ട്രീയം വേണം. ആശയങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ആശയമേ നോക്കരുത്, ഒരു മന്ത്രിസഭയെ നോക്കരുത്. ഐക്യത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ നല്ലപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് ആ ഉദ്ഘാടനത്തിന് കൂടെ ഇരുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. ഇതിപ്പോ നടത്തിയത് ഉദ്ഘാടനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു രോമവും കൊഴിഞ്ഞു പോകുന്നുമില്ല. അത് പറയാൻ വേണ്ടി വന്നതാണ്. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മുഹമ്മദ് റിയാസേ ഓട് പൊളിച്ചു വന്ന് മന്ത്രിയായതൊന്നുമല്ല കേട്ടോ. മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വോട്ടർമാർ, പൊതുജനം നല്ലപോലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് MLAയും അതുപോലെ തന്നെ മന്ത്രിയുമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമേ ഒരു ചരിത്രമാണ്. വ്യത്യാസമുള്ള ഒരു ജീവിതമാണ്. അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഷൂ നക്കിയിട്ട് മന്ത്രിയൊന്നും ആയിട്ടില്ല. അന്തസ്സോടെ പൊതുജനങ്ങളുടെ വോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയായ ഒരു വ്യക്തിയാണ്. നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
പൊതുജനം വിലയിരുത്തട്ടെ. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഗവൺമെന്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവരും തീരുമാനിക്കേണ്ടവരും പൊതുജനമാണ്. പൊതുജനം നല്ലപോലെ വിലയിരുത്തും. ഓക്കെ, ബൈ. നന്ദി, നമസ്കാരം.